ഈ വീഡിയോയിൽ നമ്മൾ apportionment of joint cost with the help of net realizable value method ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ജോയിൻറ്റ് കോസ്റ്റ് എന്നും എന്തിനാണ് ജോയിൻറ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യുന്നതെന്നും ഒക്കെ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ മെത്തേഡ് എന്താണെന്ന് നോക്കാം, അതായത് നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ് എന്താണെന്ന് നോക്കാം. സോ നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ് is a method under which joint costs are apportioned in the ratio of net realizable value of joint products at the separation point. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ we need to calculate the net realizable value. അപ്പോൾ നെറ്റ് റിയലൈസബിൾ മെത്തേഡ് അനുസരിച്ച് ആദ്യം നമ്മൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ജോയിൻറ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യാൻ സാധിക്കൂ. എന്നിട്ട് ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂവിൻ്റെ റേഷ്യോ എടുക്കുക. ഈ റേഷ്യോ വെച്ചുകൊണ്ട് ജോയിൻറ്റ് കോസ്റ്റിനെ ഓരോ പ്രോഡക്റ്റിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളുടെ ഒരു ബേസിക് റോ മെറ്റീരിയലിൽ നിന്ന് നമ്മൾ 3 പ്രോഡക്റ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ. ഒരെണ്ണത്തിൻ്റെ അതായത് ABC, എയുടെ നെറ്റ് റിയലൈസബിൾ വാല്യൂ 20,000, ബിയുടെ നെറ്റ് റിയലൈസബിൾ വാല്യൂ 40,000, സിയുടേത് 10,000 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇനി ഇതിൻ്റെ റേഷ്യോ എടുക്കുക. റേഷ്യോ എടുക്കുമ്പോൾ എങ്ങനെ വരും? 2:, സിംപ്ലിഫൈ ചെയ്യുന്നേരം 2:4:1 എന്നാവും റേഷ്യോ. ഓക്കെ, എന്നിട്ട് ആ റേഷ്യോ വെച്ച് തന്നിരിക്കുന്ന ജോയിൻറ്റ് കോസ്റ്റിനെ പ്രോഡക്റ്റ് എയ്ക്കും പ്രോഡക്റ്റ് ബിക്കും പ്രോഡക്റ്റ് സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയാം. നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ് സോൾവ് ചെയ്യാൻ നേരം നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡിറ്റർമൈൻ ദി ജോയിൻറ്റ് കോസ്റ്റ് ഫ്രം യുവർ ക്വസ്റ്റ്യൻ. ദെൻ യു നീഡ് ടു അസർട്ടൈൻ ദി നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഞാൻ ഇവിടെ വേറൊരു സെക്കൻഡ് സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്, അതെന്തിനാണെന്ന് പറയാം. ഓക്കെ, അസർട്ടൈൻ ദി നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇപ്പോൾ ഒരു സംശയം വരാം, എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ നെറ്റ് റിയലൈസബിൾ വാല്യൂ അസർട്ടൈൻ ചെയ്യുമെന്ന്. പക്ഷേ ഹൗ ടു അസർട്ടൈൻ ദിസ് നെറ്റ് റിയലൈസബിൾ വാല്യൂ? അതിനൊരു ഫോർമുല ഉണ്ട്. നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് സെയിൽസ് വാല്യൂ ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ് മൈനസ് ഫർദർ പ്രോസസ്സിംഗ് കോസ്റ്റ്. അങ്ങനെയാണ് നമ്മൾ നെറ്റ് റിയലൈസബിൾ വാല്യൂവിൽ അറിയുന്നത്. ഈ ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സെയിൽസ് വാല്യൂ ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ കാണും. പിന്നീട് ഫർദർ പ്രോസസ്സിംഗ് കോസ്റ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് വെച്ച് നമ്മൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ നെറ്റ് റിയലൈസബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ ആസ്പെക്റ്റ് സെയിൽസ് വാല്യൂ ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ് എന്നല്ലേ പറഞ്ഞത്. അതാണ് ഞാനിവിടെ സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടില്ലെങ്കിൽ യു നീഡ് ടു കാൽക്കുലേറ്റ് ദ സെയിൽസ് വാല്യൂ. സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് ഓരോ പ്രോഡക്റ്റും വിറ്റ് കിട്ടുന്ന പൈസയാണ് എന്തെന്ന് പറയുന്നത് സെയിൽസ് വാല്യൂ. അതായത് അതിൻ്റെ പ്രോസസ്സിംഗ് കോസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നു അതിനെയാണ് സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെയിൽസ് വാല്യൂ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് റിയലൈസബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. നെറ്റ് റിയലൈസബിൾ വാല്യൂവിൻ്റെ ഫിഗർ വെച്ചുകൊണ്ട് എന്തിനെ അസർട്ടൈൻ ചെയ്യുക? റേഷ്യോയിൽ അറൈവ് ചെയ്യുക. ഈ റേഷ്യോ വെച്ച് വേണം ജോയിൻറ്റ് കോസ്റ്റിനെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ആദ്യം ഞാനൊന്ന് വായിക്കാം. Jain Limited operates a chemical processes which produce 4 products, that is P, Q, R and S from a basic raw material and provides you certain information. കുറച്ച് ഇൻഫർമേഷനൊക്കെ തന്നിട്ടുണ്ട്. ഇവരൊരു ബേസിക് റോ മെറ്റീരിയലിൽ നിന്ന് 4 പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പം ആദ്യം തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ബേസിക് റോ മെറ്റീരിയൽ 1,25,000 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹2. അതായത് ഈ 4 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ബേസിക് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് 1,25,000 യൂണിറ്റ്സ് ഓഫ് ബേസിക് റോ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അത് എത്ര രൂപ വെച്ച്? ₹2 വെച്ച്. അപ്പോൾ ടോട്ടൽ എത്ര രൂപയുടെ റോ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്? 2,50,000 റോ മെറ്റീരിയൽ. പിന്നീട് ഇനിഷ്യൽ പ്രോസസ്സിംഗ് വേജസ് ഉണ്ട്, അതായത് ആദ്യ സമയങ്ങളിൽ ഉള്ള വേജസ് ആണ്. അത് ₹1,50,000. ദെൻ ഇനിഷ്യൽ പ്രോസസ്സിംഗ് ഓവർഹെഡ്സ് 1,00,000. നെക്സ്റ്റ് അതർ ഇൻഫർമേഷൻ. അപ്പോൾ ഈ തന്നിരുന്ന 3 ഇൻഫർമേഷനും ഇനിഷ്യൽ കോസ്റ്റാണ്. ഇനിഷ്യൽ കോസ്റ്റ് മീൻസ് ഓൾ ദീസ് ആർ ജോയിൻറ്റ് കോസ്റ്റ്. അപ്പോൾ ജോയിൻറ്റ് കോസ്റ്റ് ടോട്ടൽ എത്ര വരും? റോ മെറ്റീരിയൽ 1,25,000 ടു ഇസ് 2,50,000. അപ്പോൾ 2,50,000 റോ മെറ്റീരിയൽ, ദെൻ 1,50,000 വേജസ്, ദെൻ 1,00,000 ഓവർഹെഡ്സ്. അങ്ങനെ ടോട്ടൽ ₹5,00,000 വരും ജോയിൻറ്റ് കോസ്റ്റ്. അപ്പോൾ ജോയിൻറ്റ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്തല്ലോ നമ്മൾ. പിന്നീട് അടുത്ത ഇൻഫർമേഷൻ എന്തൊക്കെയാണ്? ഇനി നമുക്ക് വേണ്ടത് നെറ്റ് റിയലൈസബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതല്ലേ അടുത്ത സ്റ്റെപ്പ്. അതിന് നമുക്ക് എന്തൊക്കെ വേണം? സെയിൽസ് വാല്യൂ വേണം, ഫർദർ പ്രോസസ്സിംഗ് കോസ്റ്റും വേണ്ടി വരും. എങ്കിലല്ലേ നെറ്റ് റിയലൈസബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നോക്കാം എന്തൊക്കെയാണെന്ന്. 4 പ്രോഡക്ട്സ് ഉണ്ട്. ആ പ്രോഡക്റ്റിൻ്റെ ഔട്ട്പുട്ട് P 10,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, Q 20,000, then R 30,000 and S 40,000 യൂണിറ്റ്സ്.
പിന്നെന്ത് തന്നിരിക്കുന്നതെന്ന് നോക്കാം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആഫ്റ്റർ ഫെർദർ പ്രോസസ്സിംഗ് കോസ്റ്റ്. ഇപ്പം സെല്ലിംഗ് പ്രൈസാണ് തന്നിരിക്കുന്നത്. ആഫ്റ്റർ ഫെർദർ പ്രോസസ്സിംഗ് കോസ്റ്റ് കഴിഞ്ഞുള്ള സെല്ലിംഗ് പ്രൈസ് 75 rupees പ്രോഡക്റ്റ് പിയുടെ സെല്ലിംഗ് പ്രൈസ്. ക്യൂവിൻ്റെത് 65, ആറിൻ്റെ 40 rupees ആൻഡ് എസിൻ്റെത് 20 per യൂണിറ്റ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടും സെല്ലിംഗ് പ്രൈസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് വാല്യൂ കിട്ടുമല്ലോ. അപ്പോൾ സെയിൽസ് ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. പിന്നീട് അടുത്ത കോളത്തിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അഡീഷണൽ പ്രോസസ്സിംഗ് കോസ്റ്റ് ആഫ്റ്റർ സ്പ്ലിറ്റ് ഓഫ്, അതായത് നമ്മുടെ സബ്സിക്വൻറ്റ് എക്സ്പെൻസ് ഫെർദർ പ്രോസസ്സിംഗ് കോസ്റ്റ് തന്നിട്ടുണ്ട് 4 പ്രോഡക്റ്റിൻ്റെയും. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ്. അതായത് നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ജോയിൻറ്റ് കോസ്റ്റിന് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നല്ലോ ജോയിൻറ്റ് കോസ്റ്റ് 5 lakh എന്ന്, അതിനെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാനായിട്ട് ആദ്യം എന്ത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഐഡൻറ്റിഫൈ ദ ജോയിൻറ്റ് കോസ്റ്റ്. ജോയിൻറ്റ് കോസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായി, ഇറ്റ് ഇസ് ഹൗ മച്ച് 5 lakh rupees. പിന്നീട് നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നെറ്റ് റിയലൈസബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഏതൊക്കെ ഇൻഫർമേഷൻ വേണം? വി നീഡ് സെയിൽസ് വാല്യൂ ആഫ്റ്റർ ഫെർദർ പ്രോസസ്സിംഗ് കോസ്റ്റും വേണം, പിന്നീട് ഫെർദർ പ്രോസസ്സിംഗ് കോസ്റ്റും വേണം. ഫെർദർ പ്രോസസ്സിംഗ് കോസ്റ്റ് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെറ്റ് റിയലൈസബിൾ വാല്യൂ ഇങ്ങനെ ചെയ്യുന്നത് സെയിൽസ് മൈനസ് ഫെർദർ പ്രോസസ്സിംഗ് കോസ്റ്റ്. ഫെർദർ പ്രോസസ്സിംഗ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, സെയിൽസ് വാല്യൂ ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പക്ഷേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. തന്നിട്ടുണ്ടല്ലോ പി അവർ 10,000 യൂണിറ്റ്സ് ആണ് വിൽക്കുന്നതെന്ന് പറയുന്നത്. അത് എത്ര രൂപ വെച്ചെന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഇസ് ഗിവൻ എസ് 70. സോ ദ സെയിൽസ് വാല്യൂ ഓഫ് പ്രോഡക്റ്റ് പി ഇസ് 7 lakh. അതുപോലെ ക്യൂ 20,000 times 65, that is 13 lakh. Then R 30,000 times 40, that is 12 lakh. And S 40,000 times 20, that's equal to 8 lakh. അപ്പോൾ സെയിൽസ് വാല്യൂയും കിട്ടി. ഇനി ഇപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ ചെയ്യാമല്ലോ. സെയിൽസ് വാല്യൂ എല്ലാം നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. അതിൽ നിന്നും ഫെർദർ പ്രോസസ്സിംഗ് കോസ്റ്റ് ഇറ്റ് ഇസ് ഗിവൻ ഡയറക്ട്ലി ഇൻ യുവർ ക്വസ്റ്റ്യൻ. അത് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് റിയലൈസബിൾ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും നെറ്റ് റിയലൈസബിൾ വാല്യൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഷ്യോ എടുക്കുക. അതായത് എന്തിൻ്റെ റേഷ്യോ ആണ്? 4,50,000 is to 10 lakh is to 4,50,000 is to 6 lakh. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ് 45 is to 100 is to 45 is to 60. അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാമല്ലോ. ദെൻ വി വിൽ ഗെറ്റ് 9 is to 20 is to 9 is to 12. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുക. ഇപ്പോൾ റേഷ്യോയും കിട്ടി. ഇനി ഈ റേഷ്യോ വെച്ചിട്ട് എന്ത് ചെയ്യണം? ജോയിൻറ്റ് കോസ്റ്റിനെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ 4 പ്രോഡക്ട്സിന്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഷെയർ ഇറ്റ് ടു പ്രോഡക്റ്റ് പി. ജോയിൻറ്റ് കോസ്റ്റ് നമ്മൾ നേരത്തെ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് 5 lakh. 5 lakh ഇൻറ്റു പിയുടെ പ്രപ്പോർഷൻ എത്ര? 9/, എന്ത് ചെയ്താൽ മതി? 9 + 20 + 9 + 12, ദാറ്റ് ഇസ് ഈക്വൽ ടു 50. സോ 9/50 ഇറ്റ്സ് ഈക്വൽ ടു 90,000. ഇപ്പോൾ പി എന്ന് പറയുന്ന പ്രോഡക്റ്റ് 5 lakh എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് കോസ്റ്റിൻ്റെ എത്ര പോർഷൻ ബെയർ ചെയ്യണം? 90,000 rupees പി ആണ് ബെയർ ചെയ്യേണ്ടത്. ദെൻ ക്യൂ 5 lakh ഇൻറ്റു 20/50, 20 അല്ലേ അവരുടേത്. നെക്സ്റ്റ് ആർ 5 lakh ഇൻറ്റു 9/50, ആറിൻ്റെ 9. ദെൻ എസ് 5 lakh ഇൻറ്റു 12/50, ദാറ്റ്സ് ഈക്വൽ ടു 1,20,000. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 5 lakh എന്ന് പറയുന്ന ജോയിൻറ്റ് കോസ്റ്റിനെ 4 പ്രോഡക്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തു. ഏത് മെത്തേഡ് അനുസരിച്ചാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്? നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ് അനുസരിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ് അനുസരിച്ച് ജോയിൻറ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ നിന്നും ജോയിൻറ്റ് കോസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നെറ്റ് റിയലൈസബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യുന്നത്? സെയിൽസ് വാല്യൂ മൈനസ് ഫെർദർ പ്രോസസ്സിംഗ് കോസ്റ്റ്. ദെൻ യു വിൽ ഗെറ്റ് ദ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദി ഗിവൺ പ്രോഡക്റ്റ്. എന്നിട്ട് നെറ്റ് റിയലൈസബിൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ റേഷ്യോ എടുക്കുക. ആ റേഷ്യോയുടെ ബേസിസിൽ ജോയിൻറ്റ് കോസ്റ്റിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ്. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ്. ഓക്കെ, താങ്ക് യു.